ഹലോ, നിങ്ങൾ തീ പാറുന്ന പന്തുകൾ കണ്ടിട്ടുണ്ടോ? അത് കാണണമായിരുന്നു ഇന്നലെ. നോക്കൂ, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആൻഡ് ഡൽഹി ക്യാപിറ്റലിന്റെ തട്ടകത്തിൽ നോക്കൂ, എങ്ങനെയാണ് പേസ് ബോൾ എങ്ങനെ ആയിരിക്കണം, സ്വിംഗിംഗ് ബോൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ഇന്നലത്തെ മാച്ച് കണ്ടാൽ മനസ്സിലാവും. ഭുവനേശ്വർ കുമാർ ആൻഡ് ജോഷ് ഹേസൽവുഡ്. നോക്കൂ, ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഫസ്റ്റ് ഓവറിൽ സാഹിൽ പറയക്കുന്ന 18 വയസ്സുകാരൻ അരങ്ങേറ്റ മത്സരമാണ്. അയാൾ വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ മൂർക്കമ്പാബിനെയാണല്ലോ ഞാൻ ചവിട്ട് ചെയ്തത്. നോക്കൂ, രണ്ടാമത്തെ ബോളിൽ ഒരു മനോഹരമായ ഇൻസ്വിംഗർ അവന്റെ കുറ്റി തെറിപ്പിച്ചു. നെക്സ്റ്റ് ഓവറിൽ 2 വിക്കറ്റ്, തുടർച്ചയായ 2 വിക്കറ്റ് KL രാഹുലിനും സമീർ റിസ്വിനും. പിന്നെ അടുത്ത ഓവറിൽ ഭുവനേശ്വർ കുമാർ, ക്രിസ്ത്യൻ സ്റ്റബ്സിന്, അക്ഷർ പട്ടേൽ. നോക്കൂ, 3.5 ഓവറിൽ 8 റൺസിന് 6 വിക്കറ്റ്. ഡൽഹിയുടെ അവസ്ഥ നോക്കൂ. സെയിം ഗ്രൗണ്ടിൽ പഞ്ചാബിനെതിരെ സാറ്റർഡേ 264 റൺസാണ് ഡൽഹി ക്യാപിറ്റൽ സ്കോർ ചെയ്ത് 2 വിക്കറ്റ് നഷ്ടത്തിൽ. നോക്കൂ എങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 16.3 ഓവർ വരെ കളിച്ചു. എങ്ങനെ കളിച്ച്? ആകെ കളിച്ചത് ഇമ്പാക്ട് പ്ലെയർ അഭിഷേക് പുരേൽ 30 റൺസ് എടുത്തു. ദെൻ 19 റൺസ് എടുത്ത ഡേവിഡ് മില്ലർ, പിന്നെ ഒരു 12 റൺസ് എടുത്ത കെയിൽ ജാമിൻസൺ. ബാക്കി എല്ലാവരും ടെലിഫോൺ നമ്പർ ആയിരുന്നു 0110530. എന്തൊരു സ്കോറാണ് നോക്കൂ നിങ്ങൾ. തുടർന്ന് ബാറ്റിംഗിന് ഇറങ്ങിയ RCB നോക്കൂ, 16.3 ഓവറിലാണ് അവർ അടിച്ചത് 75 റൺസ്. ആ 10 ഓവർ കൂടി മാറ്റുക, 6.3 ഓവേഴ്സിൽ ഇവർ ചേസ് ചെയ്തു. ജേക്കബ് ബത്തേൽ 20 റൺസ്, 23 റൺസ് എടുത്ത കോഹ്ലി ആൻഡ് ദെൻ 34 റൺസ് എടുത്ത ദേവദത്ത് പടിക്കൽ. മനോഹരമായി ചേസ് ചെയ്തു 6.3 ഓവേഴ്സിൽ. നോക്കൂ, കോഹ്ലി ഈ IPL ഹിസ്റ്ററിയിൽ 9200 എന്ന മൈൽ സ്റ്റോൺ കഴിഞ്ഞിരിക്കുകയാണ്. കോഹ്ലി ഈ കളി ജയിപ്പിച്ചത് നടരാജനെ തുടർച്ചയായ 2